അസ്സലാമലൈക്കും. ഞാൻ ആയിഷ ജന്നത്ത്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ്. മൂൺ ബ്രെഡ് ബനാന റോസ്റ്റ്. ഇത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുമല്ലോ. Subscribe now and press the bell icon. Never miss an update. ഇനി നമുക്ക് എങ്ങനെ മൂൺ ബ്രെഡ് ബനാന റോസ്റ്റ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി ചൂടായ പാനിലേക്ക് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. ശേഷം നേരിയതായി പുഴുങ്ങിയ ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റി കൊടുക്കാം. തേങ്ങ ചുരണ്ടിയതും ജീരകവും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് ചൂടാറാൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിന് വേണ്ട ബാക്കി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൂൺ ഷേപ്പിലുള്ള ബ്രെഡ്, 3-4 മുട്ട, ആവശ്യത്തിന് മൈദ, കുറച്ച് പാൽ. മൈദപ്പൊടിയും മുട്ടയും മിക്സിയിലടിച്ച് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴേക്കും ബനാന റോസ്റ്റ് ചൂടാറിയിട്ടുണ്ട്. ഓരോ ബ്രെഡിലേക്കും ചൂടാറിയ ബനാന റോസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി എല്ലായിടത്തും എത്തുന്ന വിധം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രെഡ് എടുത്ത് അതിന് മീതെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫുൾ മൂൺ ഷേപ്പിലുള്ള ബ്രെഡ് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ബ്രെഡും നമുക്ക് തയ്യാറാക്കാം. വറുക്കാനും കഴിക്കാനുമുള്ള എളുപ്പത്തിൽ ഹാഫ് മൂൺ ഷേപ്പിലാണ് നമ്മൾ ഈ ബ്രെഡ് വറുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡും വറുത്ത് കോരി എടുക്കാം. നമ്മൾ ഈ ബ്രെഡ് വറുത്ത് കോരി എടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിൽ എല്ലാ സൈഡും മുക്കിയ ശേഷമാണ്. ഇത് ഒരുവിധം മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിടാം. ഇത് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പാനിൽ നിന്നും മാറ്റാം. എല്ലാ ബ്രെഡും ഇതുപോലെ വറുത്ത് കോരി എടുക്കാം. എല്ലാ ബ്രെഡും വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിന് ട്രൈ ചെയ്യുമല്ലോ. നമുക്കിനിയും കാണാം. ബൈ.